എന്താ പറയുക സാറേ, ആ കാലത്തെ റോഡിന് സൈഡ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബസ് കണ്ടക്ടർമാരോടോ ഡ്രൈവർമാരോടോ ബഹളം വെക്കാറുണ്ടായിരുന്നു ആൾക്കാർ? അങ്ങനെ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി KSRTC ആനവണ്ടി എന്നാണ് പറയുക. അതായത് ആനവണ്ടിക്ക് അതിൻ്റെതായ ഒരു പ്രിവിലേജ് ഉണ്ട് ഇപ്പോഴും. അതുപോലെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കാണേലും പിന്നെ പൊതുജനങ്ങൾ ഏതാണ്ട് കാക്കി കിട്ട പോലീസുകാരെ പോലെയോ ഒക്കെ ഉള്ള ഒരു കണ്ടക്ടറൊന്നും പിന്നെ ഡ്രൈവറൊന്നും ഒക്കെ അല്ലെ KSRTC എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്കും സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവൻ്റെ അടുത്ത് കളിച്ചാൽ പ്രശ്നമാകും. ഇപ്പം എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ KSRTC ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും, അവർക്കൊരു സംരക്ഷണം കിട്ടും. ഇപ്പോഴത്തെ പിന്നെ കഴിഞ്ഞ ദിവസം മേയർ വണ്ടി തടഞ്ഞതൊക്കെ പറഞ്ഞ മാതിരിയുള്ള അങ്ങനെയൊന്നും കാലത്ത് ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഓരോരുത്തരും ഒരു KSRTC കണ്ടക്ടറുടെയോ ഇവരുടെയോ നേരെ കൈപൊക്കാൻ അത്ര പെട്ടെന്നൊന്നും ധൈര്യപ്പെടാറില്ല. ഈ കോളേജ് സമരം നടക്കുമ്പോൾ ബസ്സിന് ടയർ കയറത്തില്ലേ? അത് ആ കാലത്ത് എങ്ങനെയും അങ്ങനെ സംഭവങ്ങൾ ഇഷ്ടം പോലെ കല്ലേറ് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ യാത്ര ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടില്ല. പക്ഷേ KSRTC ബസ്സുകൾ പല പ്രാവശ്യം പല സാഹചര്യങ്ങളിലും എറിഞ്ഞും പൊട്ടിച്ചിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ചെറിയ വരൽ പോലും കൊണ്ട് ഒരു പൊതുമുതൽ നശിപ്പിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു കല്ലെറിയാൻ പോയിട്ടില്ല. അതിനോട് എവിടെയും അന്തസ്സായിട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഞാനോട് ഒട്ടും യോജിപ്പില്ല. കാര്യം നമ്മൾ ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു. പബ്ലിക് മുതലെന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടി ഈസ് അവർ പ്രോപ്പർട്ടി. നമ്മുടെ പണം തന്നെയാണ്, നമ്മുടെ നീതിപ്പണം നമ്മുടെ പണം കൊണ്ടാണ്. അത് നശിപ്പിക്കുന്നതിനോട് അത് ഞാൻ മുമ്പേ പറഞ്ഞില്ല, കോളേജ് കലാലയങ്ങളെ കലാപാലയങ്ങളാക്കുന്നതെന്ന് പറഞ്ഞ മാതിരി ഉള്ള എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ പൊതുമുതൽ നശിപ്പിക്കുക എന്നുള്ളത്. ആരെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചാൽ അവരിൽ നിന്ന് അത് ഈടാക്കണം, പിന്നെ ഉള്ള നിയമം ഉണ്ടാകണം, അത് ശക്തമായിട്ട് പാലിക്കുകയും വേണം. അല്ലാതെ ഓരോ പാർട്ടിക്കാരുടെ ഓരോ സമരം വരുമ്പോഴത്തേന് കല്ലേറ് കൊണ്ട് നശിക്കാനാണെങ്കിൽ പിന്നെ അത് എനിക്ക് യോജിപ്പില്ല. KSRTCയുടെ നഷ്ടം ബേസിക്കലി സാറിന്റെ നോട്ടത്തിൽ എവിടെയാണ് പൊതുവെ ഈ ചോർച്ച? നഷ്ടം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. പിന്നെ നമ്മൾ കേരളം വിട്ട് ഉള്ള അന്യ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ, അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ എവിടെ പിന്നെ അതായത് സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ബസ് നഷ്ടത്തിൽ ഓടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം പല സ്റ്റേറ്റുകളിലും ഞാൻ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ആ ബസ്സുകളിലൊന്നും നമ്മുടെ കേരളത്തിലെ മാതിരി ഇടിച്ചു കയറുന്ന സ്വഭാവമില്ല. പിന്നെ സിറ്റിംഗ് കപ്പാസിറ്റി പിന്നെ അത് നഷ്ടത്തിൽ ഓടുന്നില്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ബസ്സുകൾ പോകുന്നത് ഒരു പ്രൈവറ്റ് ബസ്സിനെ കൊള്ളുന്നത് പോലെ മാത്രമല്ല. എൻ്റെ അനുഭവത്തിൽ പിന്നെ സ്കൂൾ സമയത്ത് ചില പിന്നെ കൊടങ്ങറായിന്നോ അല്ലെങ്കിൽ മുളയ്ക്കാന്തുരുത്തിന്നോ ഒക്കെ വരുന്ന ബസ്സുകളെന്ന് പറഞ്ഞാൽ പിള്ളേര് പിന്നെ ടോപ്പിൽ ഈ ഇത് കാരിയറല്ലേ, പുറകിൽ ഒരു കോവണി ഉണ്ടല്ലോ, ആ കോവണിയെ മുതല് മോളിൽ വരെയും കയറി ഇരുന്നുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ അങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന മോളിൽ കയറി ടിക്കറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ കയറ്റുന്ന വാഹനം പിന്നെ എങ്ങനെ നഷ്ടത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ മിസ്മാനേജ്മെന്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ശബരിമല പോലുള്ള സീസണിലൊക്കെ ഞാനെല്ലാം പോയിട്ടുണ്ട്. ഞാൻ ശബരിമലയ്ക്കും പോയിട്ടുണ്ട്, പിന്നെ ഈ ഓട്ടത്തിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സത്യത്തില് അതിലെ പിന്നെ വേറെ കുറെ വെള്ളാനകളാണ് ഇത് നമുക്കൊന്നും എൻ്റെ അല്ലാതെ നഷ്ടത്തിലോടാൻ ഒരു വഴിയില്ല. ഇറ്റ്സ് എ മിസ്മാനേജ്മെന്റ്. താങ്ക് യു സാർ. ഇത്രയും കാര്യങ്ങൾ KSRTCയെ പറ്റി, സാറിന്റെ ജോലിയെ പറ്റി പറയാൻ സന്തോഷം. ഇനി നമുക്ക് കുറച്ച് അമേരിക്കൻ കാര്യങ്ങൾ പറയാം.